ഹായ് ഓൾ. നിങ്ങളൊരു എ സി സി ആസ്പിറൻറ്റ് അല്ലെങ്കിൽ ഒരു എ സി സി സ്റ്റുഡൻറ്റ്, ചിലപ്പോൾ ഒരു എ സി സി അഫിലിയേറ്റും ആയേക്കാം. അപ്പോൾ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും EPSM അഥവാ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എക്സാക്ട്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. EPSM അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യുക, അതിനെക്കുറിച്ച് ബെറ്റർ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബൈ ദി എൻഡ് ഓഫ് ദി വീഡിയോ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സമയം കളയാൻ തന്നെ ഇതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്താണ് EPSM, വാട്ട് ഈസ് EPSM എന്ന് ചോദിച്ചാൽ ഒരു ഓൺലൈൻ മൊഡ്യൂളാണ്. ACC അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ മൊഡ്യൂളാണ് EPSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തിനാണ് EPSM? പലപ്പോഴും നിങ്ങളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ പോകുമ്പോൾ, റിയൽ ലൈഫ് വർക്കിംഗ് കണ്ടീഷൻസിൽ പോകുമ്പോൾ അവിടെ പല എത്തിക്കൽ ഡയലമസും എത്തിക്കൽ ഡിസിഷൻസും നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില പ്രൊഫഷണൽ ബിഹേവിയേഴ്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലൈക്ക് ഇൻറ്റിഗ്രിറ്റി, അങ്ങനത്തെ ചില പ്രൊഫഷണലും അതേപോലെ തന്നെ എത്തിക്കൽ ബിഹേവിയേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആസ് എ പ്രൊഫഷണൽ, ആസ് എ ACC ക്വാളിഫൈഡ് പ്രൊഫഷണൽ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ACC തന്നെ വളരെ ചിട്ടമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് EPSM മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇസ് ഇറ്റ് കമ്പൽസറി ടു ഡു? എല്ലാ ACC മെമ്പേഴ്സും ഇത് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ദി ആൻസർ ഇസ് യെസ്. നിങ്ങൾക്കറിയാം 3 റിക്വയർമെന്റ്സ് ആണ് ഒരു ACC മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉള്ളത്. ആദ്യത്തെ റിക്വയർമെന്റ് യു ഹാവ് ടു ക്ലിയർ യുവർ 13 പേപ്പേഴ്സ്. രണ്ടാമത്തേത് നിങ്ങൾ ഒരു PER റിക്വയർമെന്റ് ഉണ്ട് 36 മന്ത്സിന്റെ. മൂന്നാമത്തെ എന്താണ്? എക്സാക്ട്ലി EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഒരു ACC മെമ്പറിന് ഒരു വേണ്ട സ്കിൽസ്, they have to be professional and they have to follow an ethical behavior. അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദിസ്? എത്ര നേരം എടുക്കും? ഞാൻ ഈ മൊഡ്യൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും സാറേ? ഇത് എത്ര നേരം എടുക്കും തീരാൻ? കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? ACC പറയുന്നത് ഓൺ ആൻ ആവറേജ് 15 hours ആണ് എടുക്കുക ടു കംപ്ലീറ്റ് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ലൈക്ക് ഓൺ എ സ്റ്റോപ്പ് ആൻഡ് ഓഫ് ബേസിസിൽ ചെയ്യാം. ഒരു ദിവസം ഒരു 3 hours, ഒരു ദിവസം ഒരു 2 hours ഒക്കെ കമ്മിറ്റ് ചെയ്ത് 3 hours തന്നെ കമ്മിറ്റ് ചെയ്താൽ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് 15 hours എന്ന് പറയുന്നത് ഒരു ആവറേജ് ടൈമാണ്. ഇതിനെക്കാട്ടി കുറവ് എടുക്കാം, ഇതിനെക്കാട്ടി കൂടുതൽ എടുക്കാം. ഇറ്റ്സ് ആൻ ആവറേജ് ടൈം വിച്ച് ACC ഈസ് സജസ്റ്റിംഗ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്? ദർ ആർ 10 യൂണിറ്റ്സ്. ഓക്കെ, 10 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 7 ലേണിംഗ് യൂണിറ്റ്സ് ആണ്. ആദ്യത്തെ 7 എന്താണ്? ലേണിംഗ് യൂണിറ്റ്സ്. ആൻഡ് ദെൻ ലാസ്റ്റ് 3 യൂണിറ്റ്സ് ആർ അസസ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്സ്. അപ്പോൾ ആദ്യത്തെ 7 യൂണിറ്റ്സിൻ്റെ ഉള്ളിൽ പല സബ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ തന്നെ ഷോർട്ട് ആയിട്ടുള്ള എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അങ്ങനെ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു സംഭവം ഉണ്ട്. അതിൽ അവസാനത്തെ ലൈക്ക് ആ യൂണിറ്റ് 10 കണ്ടില്ലേ ഇവിടെ, അത് ഫൈനൽ അസസ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് എന്താണ്? സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫൈനൽ അസസ്മെന്റിൽ യു വിൽ ഹാവ് ടു ഗെറ്റ് 50% ടു പാസ്. അപ്പോൾ 50% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു സംഭവം പാസ്സായി എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എല്ലാ യൂണിറ്റ്സിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 50% കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അയ്യോ 50% കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? വാട്ട് ഇഫ് ഐ ഫെയിൽ ദി EPSM? എനിക്ക് ഇനിയും പൈസ കൊടുത്തിട്ട് ബാക്കി നമ്മൾ ACC എക്സാംസ് പോലെ തന്നെ ഇനിയും പൈസ കൊടുത്തിട്ട് ഇത് പിന്നെയും പർച്ചേസ് ചെയ്യേണ്ടി വരുമോ? ഇനിയും ഞാനിത് പർച്ചേസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഡു ഐ നീഡ് ടു പേ അഗെയിൻ? ദ ആൻസർ ഇസ് നോ. ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈം, നിങ്ങൾ പാസ് ആവുന്നവരെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പേടിയും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത് വളരെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു പേസിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് EPSM എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും പേടിക്കേണ്ട. ഇങ്ങനെ എനിക്ക് പിന്നെയും പേ ചെയ്യേണ്ടി വരുമോ? 50% കിട്ടിയില്ലെങ്കിൽ എക്സാമിൻ്റെ കൂടെ ഞാൻ എൻ്റെ സമയം പോവോ? അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേസിൽ നിങ്ങളുടെ സ്വന്തം കംഫർട്ടിൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എത്രയാണ് ഇത് പർച്ചേസ് ചെയ്യാൻ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് പർച്ചേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് 79 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ് ആണ്. അപ്പോൾ ഒബിയസ്ലി ഇത് റീജിയൻ ടു റീജിയൻ ഡിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ആണ് ഞാൻ പറയുന്നത്. 79 ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 9,000 ഒക്കെ വരും ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കറക്റ്റ് സമയം എന്ന് ചോദിക്കുകയാണെങ്കിൽ, യു കൻ കംപ്ലീറ്റ് വെനെവർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ 3 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ EPSM മൊഡ്യൂൾ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ
അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ലെവൽ പേപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അത് കഴിഞ്ഞിട്ടോ 13 പേപ്പേഴ്സ് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, EPSM മൊഡ്യൂൾ ചെയ്യാം. പക്ഷേ ഒരു ACC മെമ്പർ ആവണമെങ്കിൽ EPSM കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ACC പറയുന്നത് എന്താ, ACC പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്ന മുന്നേ ഈ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. അവർ തന്നെ പറയുന്നുണ്ട്, SBL പോലത്തെ പേപ്പേഴ്സിൽ ഈ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് പാസ് ആവാനുള്ള പ്രോബബിലിറ്റി കുറച്ചുകൂടി കൂടുതൽ ഹയർ ആണ്. അപ്പോൾ നിങ്ങളൊരു സ്കിൽ ലെവൽ കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നൗ ഇസ് കറക്റ്റ് ടൈം ടു ഡു വാട്ട്, ടു ഫിനിഷ് യുവർ EPSM മൊഡ്യൂൾ പ്രൊഫഷണൽ ലെവലിൽ എൻ്റർ ചെയ്യുന്ന മുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാം എവിടെയാണ് EPSM മൊഡ്യൂൾ ഉണ്ടാവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ മൈ ACCA ടാബിലേക്കാണ് അല്ലേ. നമ്മളെ മൈ ACCA നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടു പരിചയമുള്ള ഒരു ടാബ് ആയിരിക്കും ഇത്. മൈ ACCA ലോഗിൻ ചെയ്തതിന് ശേഷം കാണുന്ന ഒരു വിൻഡോ ആണിത്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ മൈ ക്വാളിഫിക്കേഷൻ എന്നുള്ള സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രോഗ്രസ് കാണാൻ പറ്റും. ഈ സ്റ്റുഡൻറ്റ് 6 എക്സാംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ, യുവർ എത്തിക്സ് മൊഡ്യൂൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ലോഞ്ച് EPSM എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, ഇതവിടെ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബിയസ്ലി ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോയിലേക്ക് പോകുമ്പോൾ ഇതേപോലെ നിങ്ങളടുത്ത് നിങ്ങളുടെ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് എന്നുള്ള പറഞ്ഞ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് എന്നുള്ള ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്ത് പോവുക. ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ACC EPSM മൊഡ്യൂളിനെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എത്ര സമയം എടുക്കും ചെയ്യാൻ, എങ്ങനെ ചെയ്യേണ്ടത്, എത്ര പൈസ പോകും, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സമയം കളയാതെ തന്നെ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തോ. അപ്പോൾ അതാണ്ട് കഴിഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ACCA മെമ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ജേർണിയിലാണ് അല്ലേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു ഗൈസ് ഔട്ട് ദേർ ഹു ആർ ഓൺ ദ വേ ടു ബിക്കം എൻ ACCA മെമ്പർ. നിങ്ങൾ പാസ്സാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.